സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. അധികാരമേറ്റ രണ്ടാം ദിവസം തന്നെ ആർ ശ്രീലേഖയുണ്ടാക്കിയ വിവാദം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് സിപിഐഎം. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്കാർക്കും ചിരി വരുന്നില്ലേ? എന്റെ ഓർക്കം പോയി. ജനാധിപത്യ വിരുദ്ധമായ നടപടിയെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന മന്ത്രിമാർ തന്നെ രംഗത്തെത്തിയപ്പോൾ ബി.ജെ.പിക്ക് തലവേദനയായിരിക്കുകയാണ് ശ്രീലേഖയുടെ നീക്കം. ഇത്രയൊക്കെ നമ്മളെ കൊണ്ടുപോക്കൂ. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് ലക്ഷ്യമിട്ടിരിക്കുന്ന ശ്രീലേഖ മനഃപൂർവ്വം സൃഷ്ടിച്ച വിവാദമെന്നാണ് മറ്റൊരു ആരോപണം. ഇതാ എനിക്ക് പിടിക്കാത്ത. ഞാൻ എന്ത് ചെയ്താലും വെയിറ്റില്ല. എത്ര കഷ്ടപ്പെട്ട ഇല്ലാത്ത കാശുണ്ടാക്കി ഞാൻ എന്നൊക്കെ വാങ്ങിച്ചോണ്ടെന്നറിയോ? ചളമാക്കരുത്. അധികാരം ഏറ്റിട്ട് 3 ദിവസമേ ആയുള്ളൂ. തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗിക്കുന്ന രീതി തുടരാൻ വേണ്ടി പോകുന്നു. ബി.ജെ.പി. ജയിച്ചപ്പോഴേക്കും അവരുടെ അസഹിഷ്ണുത, ജനാധിപത്യ വിരുദ്ധത പ്രകടിപ്പിച്ചു തുടങ്ങി. എന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കലെന്നുണ്ടല്ലോ. ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം അവർ പുലർത്തിയിരുന്ന തികഞ്ഞ മനുഷ്യവിരുദ്ധ ജനവിരുദ്ധമായിട്ടുള്ള നിലപാടിന്റെ ഒരു തുടർച്ചയായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. നീ എന്താണ് വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി. ആലോചിച്ച സമയം എടുത്ത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടോന്നും ഇന്ന് ഫോണിൽ ചോദിച്ചു. അത്രമാത്രമാണ് അവിടെ ഉണ്ടായത്. അതിന് ഇത്രത്തോളം രാഷ്ട്രീയവൽക്കരിച്ച് ഒരു ചെയ്യേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് അഭിപ്രായം. അതിന് താനെന്തിനാ എന്നെ അഭിനന്ദിക്കുന്നത്? ശ്രീലേഖയുടെ സെൽഫ് ഗോൾ വിജയത്തിളക്കത്തിൽ നിൽക്കവേ തിരിച്ചടിയായെന്നും അത് ഏറ്റുപിടിക്കേണ്ടതുമുള്ള നിലപാടിലാണ് ബി.ജെ.പി. തിരിച്ചു കൊണ്ടാക്കാൻ പോവാ ടീച്ചർ. ഇപ്പൊ കൊണ്ടുവച്ചോളൂ. മേയർ സ്ഥാനത്ത് നിന്ന് അവസാന നിമിഷം തഴയപ്പെട്ട ശ്രീലേഖയെ അണുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ തകൃതിയായി നടത്തുന്ന ബി.ജെ.പി. നേതൃത്വത്തെ വെട്ടിലാക്കിയിരിക്കുകയാണ് മുൻ ഡി.ജി.പിയുടെ നീക്കമെന്ന് ചുരുക്കം. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറേശ്ശെ ഭ്രാന്തുണ്ട്. മോനെ, അണ്ണൻ കളത്തിലിറങ്ങേണ്ട സമയമായി.